ലണ്ടനിൽ നിരവധി വർഷങ്ങളായി രൂപപ്പെട്ടു വരുന്ന കുടിയേറ്റ വിരുദ്ധമായ വലതുപക്ഷ ആശയങ്ങളുടെ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ വലിയ കലാപം. വളരെ ആസൂത്രിതമായിട്ടാണ് ഇത്തരം കലാപങ്ങൾ ഉണ്ടാവുക. കുടിയേറ്റ വിരുദ്ധമായ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കെതിരെയുള്ള ക്യാമ്പയിൻ പെട്ടെന്നുണ്ടായതല്ല. കുടിയേറ്റ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമായ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വത്തിനും പങ്കുണ്ട്. വംശീയ ഉള്ളടക്കത്തോടെ നിരവധി പ്രസ്താവനകൾ ഇന്ത്യയിലെ BJP-ക്കാരെ പോലെ പ്രചരിപ്പിച്ച ആളാണ് പ്രീതി പട്ടേൽ. അവർ ഫോർമർ ഹോം സെക്രട്ടറിയാണ്, മുൻ ആഭ്യന്തര സെക്രട്ടറിയാണ്. സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചാരണങ്ങൾ കത്തി നിന്നപ്പോൾ എന്താണ് UK-യിൽ സംഭവിച്ചത്? സംഭവം നടന്ന പിറ്റേ ദിവസം ജൂലൈ 30-ന് സൗത്ത് പോർട്ടിൽ ആളുകൾ ഒരുമിച്ച് കൂടുകയും പോലീസിനെ ആക്രമിക്കുകയും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളി തകർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ജൂലൈ 31-ന് മാഞ്ചസ്റ്ററിലും അതുപോലെ ഡൗണിംഗ് സ്ട്രീറ്റിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഓഗസ്റ്റ് 2-ന് കാറുകളും ബിൽഡിങ്ങുകളും ആക്രമിക്കുന്നു. ലിവർപൂളിലെ ഒരു മോസ്കിന് പുറത്ത് വലിയ രീതിയിലുള്ള വഴക്കും ലഹളയും നടക്കുന്നു. ഓഗസ്റ്റ് 4-ന് എമിഗ്രന്റുകൾ താമസിക്കുന്ന ഒരു ഹോട്ടൽ ആക്രമിക്കുന്നു. ഓഗസ്റ്റ് 5-ന് ബെൽഫാസ്റ്റിൽ പെട്രോൾ ബോംബെറിയുന്നു. പോലീസിന് നേരെ ആക്രമണം നടത്തുന്നു. മറ്റൊരു സ്ഥലത്ത് പബ്ബിന് നേരെ ആക്രമണം നടത്തുന്നു. പ്രതിയുടെ പേര് വെളിപ്പെടുത്തുകയും മുസ്ലിം അല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടും കലാപകാരികൾ അടങ്ങിയില്ല. കലാപം അനിയന്ത്രിതമായപ്പോൾ UK-യിലെ ജനങ്ങളും ഭരണകൂടവും ഉണർന്നു പ്രവർത്തിച്ചു. 400-ൽ പരം ആളുകളെ അറസ്റ്റ് ചെയ്തു. സ്വിഫ്റ്റ് ആക്ഷൻ, എത്രയും പെട്ടെന്നുള്ള നടപടികൾ ആരംഭിച്ചു. അവിടെയുള്ള പൗരസമൂഹം വംശീയ വിരുദ്ധമായ ക്യാമ്പയിനെതിരെ വലിയ റാലികൾ നടത്തി. വളരെ സുന്ദരമായ മറ്റൊരു കാഴ്ച കണ്ടത് സൗത്ത് പോർട്ടിലെ ഇസ്ലാമിക് സൊസൈറ്റിയുടെ മോസ്ക്. ആ മോസ്കിൻ്റെ മതിലുകൾ വോളണ്ടിയേഴ്സ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പുനർനിർമ്മിക്കുന്ന ചിത്രവും നാം കണ്ടു. വലതുപക്ഷ പ്രചാരണത്തിനെതിരെ, വിദ്വേഷ പ്രചരണത്തിനെതിരെ അവിടെയുള്ള പൗരസമൂഹം ഉണരുകയും കലാപകാരികൾക്കെതിരെ അണിനിരക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ് എന്ന കാര്യം നാം തിരിച്ചറിയാതിരിക്കരുത്. സാജൻ സ്കറിയയും സാമുവൽ മാത്യുവും കർമ്മ ന്യൂസും ABC ചാനലും ഉൾപ്പെടെയുള്ള വിവിധ ഗ്രൂപ്പുകൾ, അതോടൊപ്പം മുസ്ലിങ്ങളും ചേർന്ന് മുസ്ലിങ്ങൾക്കെതിരെ വംശീയ വിഷം 7/24 24 മണിക്കൂറും തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉയരുന്നത് വലിയ വർഗീയതയുടെ വിഷപ്പുകയാണ്. ഇംഗ്ലണ്ടിൽ നടന്ന കലാപത്തിൻ്റെ മറവിലും കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചരണം സംഘടിപ്പിക്കുന്ന സംഘ് പരിവാറും മുസ്ലിം ഗ്രൂപ്പുകളും ചിന്തിക്കേണ്ടത് നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.